അയ്യോ പുറത്തൊന്തൊരു ചൂട്. മക്കളെ നിങ്ങൾ പറഞ്ഞതുപോലെ അപ്പൊ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിടിച്ചോ. അതെ ഒറ്റയ്ക്ക് കഴിക്കരുത്, ശമ്പുച്ചോനും കൂടെ കൊടുക്കണം കേട്ടോ. ലളിതേ ലളിതേ. ഓ നിങ്ങൾ വന്നോ? ജംഗ്ഷനിൽ വന്നെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എത്ര നേരം? ഇത്ര സമയം എടുക്കും വീട് വരെ എത്താൻ? ചേട്ടാ നടന്ന് എത്തണ്ടേ? യന്ത്രമൊന്നും അല്ലല്ലോ. മരുന്ന് മേടിച്ചോ? ഓ മേടിച്ചു, എന്നാ കഴിക്കേ. ഇതെങ്ങനെയാ കഴിക്കണ്ട? ഇത് ഇപ്പൊ ഒരെണ്ണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് പോയി കിടന്നാൽ മതി കേട്ടോ. വിശ്രമിക്കും. ഈ ബാഗ് കൂടെ അകത്തോട്ട്, ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ടുണ്ട്. എന്തിനാ മക്കൾ ഇവിടെ കിടക്കുന്നേ? അച്ഛൻ പടം വരയ്ക്കാൻ അറിയാമോ? അയ്യോ ആശയുടെ പടം വരപ്പിന്റെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? അച്ഛൻ എങ്ങനെ അറിഞ്ഞു? ലളിത എന്റെ അടുത്ത് ഡീറ്റെയിൽസ് ഒക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. അവൾ ആരുടെ പടമാണ് അതിൻ്റെ അകത്ത് ഇരുന്ന് വരയ്ക്കണമെന്ന് അച്ഛൻ അറിയാമോ? ആരുടെ പടം? അവളെ കളിക്കൂട്ടുകാരൻ സിദ്ധാർത്ഥിന്റെ പടം. നീ എങ്ങനെ അറിഞ്ഞ്? നീ ഓട്ടോകളെ കണ്ട? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അച്ഛൻ കാണാൻ പറ്റിയതുള്ളൂ. എന്താ പിന്നെ ഞാൻ ആശയോടൊന്ന് സംസാരിക്കാം. അച്ഛൻ വിളിക്കുന്നു വേണ്ട. അവൾ അവന്റെ എണ്ണ ഛായചിത്രം അവനുണ്ടായി കൊടുക്കട്ടെ, വരച്ചിട്ടേ കൊടുക്കട്ടെ, അവന്റെ കൈ കൊണ്ട് കൊടുക്കട്ടെ, അവന്റെ കൈനാ വെട്ടും. ചേട്ടാ അങ്ങനെയൊന്നും ഇല്ലടാ മക്കളെ. നീ ചുമ്മാ എഴുതാപ്പുറം വായിക്കാം. ഞാൻ സംസാരിക്കാം. ഇനി വന്നേ. ഒന്നുമില്ല. ഓ വരയ്ക്കുന്ന കാണായിരിക്കും. എനിക്ക് കാണണ്ട ഏട്ടത്തി. സത്യം പറയട്ടെ, ഉത്തോണ്ട് നിന്നെ പറഞ്ഞു വിട്ടല്ല ഞാൻ വരയ്ക്കുന്നത് എന്താ നോക്കാൻ. അയ്യോ ചേട്ടൻ പറഞ്ഞു വിട്ടൊന്നുമല്ല. അല്ല ചേട്ടൻ പറഞ്ഞു വിട്ടല്ല. അല്ല അല്ല അമ്മ സത്യമായിട്ട് ചേട്ടൻ പറഞ്ഞു വിട്ടല്ല. വെറുതെ അമ്മ പിടിച്ച് സത്യം ചെയ്ത് അമ്മയുടെ തല പൊട്ടി പോകും. എങ്കിൽ അച്ഛനാണ് എങ്ങനെ മനസ്സ് വരുന്നതാ? ഒരു മുറിക്കകത്തോന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന മര്യാദയാണോ? അങ്ങനെ വിചാരിച്ചു വന്നതല്ല. നിന്നെ കുറിച്ച് എങ്ങനെ വിചാരിച്ചില്ല സുമേ. വളരെ വളരെ മോശമായി പോയി. അല്ല ഇറങ്ങ താഴെ ഇറങ്ങ പോ. അല്ല അത് ആണം കെട്ട പോ, സ്ഥലം വിട്. മക്കളെ എടാ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ, ഒരു പടമല്ലേ വരച്ചുള്ളൂ. നമുക്ക് അറിഞ്ഞൂടെ? അവൾ ആരുടെ പടം വേണോ വരയ്ക്കട്ടെ, എന്നെ കാണിച്ചു തന്നോണ്ട് കുഴപ്പം. എന്നെ കാണിക്കൂടാ. ചിലപ്പോ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും. എന്തോന്ന് സർപ്രൈസ്? ഞാൻ അവളെ ഭർത്താവല്ലേ? ആണ്, നീ വിഷമിക്കാതെ. ചേട്ടാ കിടുപടം ചേട്ടാ, കിടുപടം. കണ്ട് ഞാൻ കണ്ടു. ഒരു രക്ഷയില്ല. ആരുടെ പടം? ആരുടെ പടായാലും ചേട്ടൻ്റെ ചേട്ടൻ്റെ പടമല്ല. ആരുടെ പടം പറയടാ അങ്ങോട്ട്. ആരുടെ പടായാലും എന്ത് ചേട്ടൻ്റെ പടമല്ലെന്ന്. എടേ നീ കണ്ടെങ്കിൽ നീ കാര്യം പറ, ചുമ്മാ അവനെ വിഷമിപ്പിക്കാതെ. എന്റെ അച്ഛാ നല്ല ചുമന്ന് തുടുത്ത ചുണ്ട്, നല്ല തണ്ണിമത്തം പോലുള്ള കവളുണ്ടല്ലോ, ഇങ്ങനെ തൊട്ടാ വിളിപ്പിളാന്നാവും. അതുപോലായിട്ട് നല്ല കണ്ണ്, നല്ല വെണ്ണാര കല്ല് പോലെ നല്ല വെളുത്ത കണ്ണ്. ചെവി ഉണ്ടല്ലോ അച്ഛാ, തൊട്ടാ ചോര വരും. ആരാട്ടാ അത്? എനിക്കറിയാണോ? കണ്ണടല്ലടാ കണ്ണ്. ആ കണ്ണാണ് കണ്ണ്. ആ ചുണ്ട് എന്റെ അച്ഛാ, ആ ചുണ്ട്. ഓ ചെവി എന്നൊക്കെ പറഞ്ഞ ചോര തുടിക്കുന്ന ചെവി. എടാ മക്കളെ നീ വിഷമിക്കാതെ, അവൻ ചുമ്മാ പറയുന്നാടാ. ചുമ്മാ പറയുന്നില്ല, അച്ഛനാണ് സത്യം. ഞാൻ കണ്ടായിരുന്നു പറഞ്ഞത്. എന്റെ പോന്നച്ച എന്തോ ഒരു കവളെന്നറിയാമോ? ഓ ആ ചുണ്ടുണ്ടല്ലോ. മതി നിർത്ത്. ആ ചെവി എന്നൊക്കെ പറഞ്ഞ കണ്ണ്. മൂക്കടല്ല ചേട്ടൻ, ഹൃതിക് റോഷന്റെ മൂക്ക് ഇങ്ങനെ വിരിഞ്ഞിരിക്കും. ജനിക്കുന്ന അങ്ങനത്തുള്ള പയ്യന്മാരായിട്ട് ജനിക്കണം. ഓ ഇതൊരു സൗന്ദര്യമാണ്. നീ അതൊന്നും കാര്യമാക്കണ്ടെന്നേ, ടെൻഷൻ അടിക്കാതെ. സൂപ്പർ കണ്ണാണ് ഉത്തമ. നല്ല കണ്ണ്. മക്കളെ എന്താ തുറക്ക്. എന്തിനാ വാതിൽ തുറക്കാൻ. എന്താ എനിക്ക് കാണണം. എന്ത് കാണണം? മരിച്ചത് കാണണം. അതിന് വെല്ലോറേ പടം എന്തിനാ ഉത്തരം കാണുന്നേ? ആരുടെ എനിക്ക് കാണണം. മാറങ്ങോട്ട്. യു കമ്പിപ്പാരയോ? എന്തേ അടിച്ചു പൊട്ടിക്കുന്നില്ലേ? വലിച്ചു കീറ്. എന്തേ നേരത്തെ പറയണ്ടേ? എന്റെ പൊന്നുത്തോണ്ട, ഞാൻ കുറെ നാളായില്ല എന്തെങ്കിലും ഒന്ന് വരച്ചിട്ട്. അപ്പൊ ഇത് ശരിയാവും തന്നെ എനിക്ക് ഉറപ്പില്ലായിരുന്നു. പിന്നെ ഇപ്പൊ എല്ലാരെയും പറഞ്ഞു വെറുതെ നാണം കിടന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയാറുന്നത്. അതിന് നിങ്ങൾ ഇത്രയും പുകിലുണ്ടാക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? അയ്യേ, പിന്നെ വരയ്ക്കുമ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ തന്നെ മനസ്സിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വരയ്ക്കാമല്ലോ ക്യാൻവാസിലേക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഉത്തോണ്ട തന്നെ വരച്ചത്. കൊള്ളാവോ? എന്റെ പൊന്നു മോളെ, നീ വരച്ചത് അവനെ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഇന്ന് പകല് മുഴുവൻ ഭ്രാന്ത് പിടിച്ച് നടക്കുമായിരുന്നവൻ. കണ്ടിട്ട് നിൽക്കുന്ന നിപ്പാണത്. നോക്കട്ടെ. ആരുടെ പടം? ആരുടെ പടം അവിടെ?
അയ്യേ ഇത് ചേട്ടനല്ലേ? അയ്യേത് ചേട്ടനല്ലേ നടാ നന്നായിട്ടല്ലേടാ വരച്ചേക്കണവള്. ചേട്ടൻ എന്തോ പരിപ്പോടെ വല്ലതും കടിച്ചായിരുന്നോ? അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം നന്നായിട്ടില്ലേ? ചേട്ടത്തിക്ക് വേറെ ആരെ കിട്ടില്ല എടുത്ത് വരയ്ക്കാൻ? അല്ല ഞാൻ സിദ്ധാർത്ഥിന്റെ പടം വരയ്ക്കുന്നതെന്ന് ഉത്തോണ്ണോട് ആരാ പറഞ്ഞേ? പൈങ്കിളി എന്റെ ദൈവമേ, ആ പെണ്ണിനെ ഇവന്റെ സൂക്കെടുത്ത് തുടങ്ങിയ കുത്തിത്തിരിപ്പ്. കുത്തിരിപ്പ് അമ്മ, അവളെ അടുക്കളയെ പണിയെടുക്കാതിരിക്കാൻ വേണ്ടി ഇറക്കിയ അടവാണ് ഇത്. അവളെ ഞാൻ ഇന്ന് നോക്കിക്കോ, ഞാൻ ആ പെണ്ണിനെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ കാണും. കൊള്ളാല്ലേ? ചേട്ടാ ഇങ്ങനെ നെറ്റാണ് ഇങ്ങനെ അത് അതെനക്ക് നെറ്റാണ്. നീ പോടാ അവിടെ നിന്ന്. അല്ല അത് വെക്ക് നോക്കട്ടെ. നന്നായിട്ടുണ്ട്, നീ ചുമ്മാ ഇരി, പോ. ഇങ്ങനെ 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 പാടായി എനിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഉത്തോണം വിചാരിച്ചോ? നന്നായിട്ടുണ്ട് കേട്ടോ. ഇതന്നാ ആ പാട്ട് പാടും. ഏത്? നിറങ്ങളെ പാടും പാട്. നിറങ്ങളേ ഒരു സെക്കൻഡ്, എന്റെ ഫോണ് ചേട്ടാ ഇവിടെ ഇരിപ്പുണ്ട്, അതിങ്ങ് റൂമിലിട്ടൊന്ന് തിരിച്ചേക്കണേ. ഓവറാക്കാറ്. കണ്ടിന്യൂ കണ്ടിന്യൂ അതുപോലെ തന്നെ.